മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോൺ വഴി 2360 രൂപ അയച്ചു കൊടുത്തപ്പോൾ ആള് മാറിപ്പോയി. തിരിച്ചെടുക്കാൻ നോക്കിയപ്പോൾ അക്കൗണ്ട് കാലിയായി. വിശദ വിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരുക. ആപ്പിലൂടെ കൈമാറിയ പണം അബദ്ധത്തിൽ മറ്റൊരാൾക്ക് പോയത്. തിരിച്ചെടുക്കാൻ ശ്രമിച്ച വീട്ടമ്മയ്ക്ക് നഷ്ടമായത് 84,000 രൂപ. ബംഗളൂരുവിലാണ് സംഭവം. സിംഗാന്ധ്ര സ്വദേശിയായ അധ്യാപികയാണ് പരാതിയുമായി ഇലക്ട്രോണിക് സിറ്റി പോലീസിനെ സമീപിച്ചത്. മകന്റെ അക്കൗണ്ടിലേക്ക് 2360 രൂപ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് അബദ്ധം സംഭവിച്ചത് എന്നാണ് പരാതിക്കാരി പറയുന്നത്. മകന് യോഗ ക്ലാസ്സിൽ ചേരാൻ അഡ്വാൻസ് തുകയായി 2360 രൂപ അയച്ചു കൊടുത്തെങ്കിലും പണം കിട്ടിയില്ലെന്ന് പിന്നീട് മകൻ വിളിച്ചു പറഞ്ഞു. പരിശോധിച്ചപ്പോൾ മനോജ് എന്ന ഒരാൾക്കാണ് പണം അബദ്ധത്തിൽ അയക്കപ്പെട്ടത് എന്ന് കണ്ടെത്തി. നേരത്തെ ഒരു ഓൺലൈൻ ടാക്സി ആപ്പ് വഴി യാത്ര ചെയ്ത ശേഷം ഓട്ടോ ഡ്രൈവർക്ക് ഓൺലൈനായി പണം നൽകിയിരുന്നു. ഇതേ അക്കൗണ്ടിലേക്കാണ് മകന് നൽകിയിരുന്ന തുക അബദ്ധത്തിൽ അയച്ചു കൊടുത്തത്. പിശക് മനസ്സിലായ ഉടനെ തന്നെ പേയ്മെന്റ് ആപ്പിലൂടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടാൻ ശ്രമം നടത്തി. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താണ് കസ്റ്റമർ കെയർ നമ്പർ കിട്ടിയത്. കിട്ടിയ നമ്പറിൽ വിളിച്ച് പരാതി പറഞ്ഞു. പിന്നീട് പ്രശ്നം പരിഹരിക്കാമെന്നും ഇതിനുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോൾ വരുമെന്നും അറിയിച്ചു. പിന്നീട് മറ്റൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു. പണം തിരികെ നൽകാനുള്ള നടപടികൾ വാട്സപ്പ് ആപ്പ് വഴിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഒരു ലിങ്ക് അയച്ചു കൊടുത്തു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതോടെ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി. ഇതിനുശേഷം തട്ടിപ്പുകാർക്ക് ഫോണിന്റെ നിയന്ത്രണം ലഭിക്കുകയും വിവിധ ഇടപാടുകളിലൂടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 84,360 രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. പിന്നീടാണ് ബാങ്കിനെ സമീപിച്ച് പരാതി നൽകിയതും പോലീസിനെ സമീപിച്ചതും. IT നിയമവും വഞ്ചനാ കുറ്റവും ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഗുണഭോക്താക്കൾ ഇത്തരം ആപ്പ് വഴിയൊക്കെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ചതിയിലൊന്നും പെടാതെ സൂക്ഷിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.